ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായത്തിന്റെ 15 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവന്റെ രഥം കൊടുങ്കാറ്റ് പോലെ. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളി, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലോടെ അഗ്നിനാവായി ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നത് പെന്തക്കുസ്താ ദിനമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പസ്തോല സമൂഹവും 120ഓളം പേര് സെഹിയോൻ മാളികയിൽ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥന. അവരെ ശക്തിപ്പെടുത്തുവാൻ ആത്മനിറവുള്ള പരിശുദ്ധ മറിയം കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ അമ്മ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് തൻ്റെ വാഗ്ദാന പ്രകാരം ഇതാ ആത്മാവിനെ അയക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് ഇരമ്പുന്ന വലിയൊരു സ്വരം അവിടെ ഉണ്ടായി. കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ വലിയ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് തീനാവായി അവിടെ മേൽ ആവസിക്കുകയാണ്. അഗ്നി അവിടെ മേൽ ആവസിച്ചു. അവിടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ചിന്താമണ്ഡലത്തിലും അവരെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവ് അഗ്നിയാൽ വിശുദ്ധീകരിച്ചു. അപ്പസ്തോല പ്രമുഖനായ പത്രോസ് ഇറങ്ങി വന്ന് ആദ്യമായിട്ട് അതിശക്തമായിട്ട് പ്രസംഗിക്കുക ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രസംഗിക്കുന്ന പത്രോസ് അപ്പസ്തോലൻ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, ആത്മാവിൻ്റെ തീ ഒരു വ്യക്തി നിറയുമ്പോൾ ആ വ്യക്തിക്ക് അടങ്ങി ഇരിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങും. ക്രിസ്തുവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിനെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, അവൻ്റെ സുവിശേഷം കൊടുക്കുവാൻ അവർ ഇറങ്ങിത്തിരിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തില് 48 അധ്യായത്തിന്റെ 1 തിരുവചനം ഇപ്രകാരം പറയുന്നു: അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. ആത്മാവിന്റെ അഗ്നി നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ അതിശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രാർത്ഥനയില് ആകാശം പിളർക്കപ്പെട്ട് ഭൂമിയിൽ അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിക്കപ്പെട്ടു. അതിശക്തനായ ആ പ്രവാചകനുമേ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ മേൽ കർത്താവ് പകർന്നു കൊടുക്കുന്നത്. ഏലിയ
അഗ്നിയുടെ മനുഷ്യനായിട്ട് മാറി. ഏലിയായുടെ വായിലൂടെ പുറപ്പെട്ട ഓരോ വാക്കും തീ പന്തങ്ങളായിട്ട് മാറുക. ദൈവത്തിൻ്റെ വാക്കുകൾ അഗ്നിയായി, ശക്തിയായി, അഭിഷേകമായിട്ട് കടന്നു വരിക. തൻ്റെ അപ്പസ്തോലന്മാരുടെ മേൽ അതിശക്തമായ ആത്മാഭിഷേകം, പരിശുദ്ധാത്മ തീ നിറച്ച് അവരെ ശക്തരാക്കി മാറ്റുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ്. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങി അഭിഷേകമുള്ള വ്യക്തികളായി ദൈവരാജ്യത്തെ കൊടുക്കുന്നവരായി, ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി, ആത്മാവിനെ കൊടുക്കുന്നവരായി, ലോകത്തില് അതിശക്തനായ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മാറുവാനാ ദൈവം തൻ്റെ ആത്മാവിനെ അഗ്നിയായി നമ്മുടെ പകരുന്നത്. യേശു പറയുന്നുണ്ട് ലൂക്ക 12:49, ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ വന്നിരിക്കുന്നു, അത് കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ. ആത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മ തീ നമ്മൾ നിറഞ്ഞ് നമ്മിൽ കത്തിജ്വലിക്കുന്നവരായിട്ട് മാറാം. ആത്മാവിൽ ജ്വലിക്കുന്ന അതിശക്തനായ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ ദൈവാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ആത്മാവിൽ ജ്വലിക്കട്ടെ, അഭിഷേക തീയുള്ള വ്യക്തികളായി നമ്മൾ മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആമേൻ. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.